അർജുനെയും കൊണ്ടുള്ളതിന്റെ ഫസ്റ്റ് ഓപ്പറേഷനാണ്. അതും CM ഉദ്ഘാടനത്തിൽ വരുന്ന സ്ഥലം. ഒരു ചെറിയ ബോംബെങ്കിലും കണ്ടെടുത്താൽ നിന്റെ കഴിവ് രേഖപ്പെടുത്താം. ആ ബോംബെങ്ങാനും പൊട്ടിയാ നിന്റെ മരണം രേഖപ്പെടുത്താം. എന്നാ വിക്രമേട്ടൻ ബോംബ് കണ്ടെടുത്തോളൂ. നോക്കിക്കൊണ്ടിരിക്കല്ലേ? അവിടെ നോക്ക്. അവിടെ എന്താ? ഞാൻ കണ്ടതാ, ഒരാളുണ്ടായിരുന്നു, അവന്റെ തോക്കുണ്ടായിരുന്നു. അർജുൻ, ഇനി എന്നെ കണ്ടാവും ഭയന്ന് പോയതാവൂ. കണ്ടാ ഭയക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട് നടക്കണമെന്ന്. എവിടെ പോയി? ഇവിടെ വെച്ചാണ് എന്നെ കണ്ടത്. പേടിച്ചാണ്. വെടിവെക്കല്ലേ, നീ പേടിച്ചു. നീ വെറുതെ പറഞ്ഞാണ്. ഭയങ്കര ശബ്ദമായിരിക്കും. പ്ലീസ്. Arjun, take. Hey! Arjun, go fast! Go! Hey! Arjun! Arjun, come! Arjun, come! Arjun, stay! ഹലോ കമ്മീഷണർ സാർ, ഞാൻ സഹദേവൻ, മൂളക്കുളിയിൽ സഹദേവൻ. ഞാനെന്ന് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച ക്രിമിനൽസിനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാന്ന്? അവരിൽ ഒരാൾ ഇപ്പോൾ എന്റെ കൺമുമ്പിലുണ്ട്. MG റോഡിന് സമീപം അടഞ്ഞു കിടക്കുന്ന ട്രാൻസ് സ്ക്വയർ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഞാൻ ചുമ്മാവനെ ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. ஓகே 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 நாங்க வரதுக்குள்ள எதுவுமே பண்ணக்கூடாது. ഓക്കെ. ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ഞാൻ വളരെ ധീരനും കുറ്റാന്വേഷണ തൽപരനും അതിബുദ്ധിമാനുമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്രിമിനലിനെ എനിക്ക് ഒറ്റയ്ക്ക് എന്റെ മുകളിലേക്ക് ഓടിച്ചേറ്റാൻ സാധിച്ചത്. വേണമെങ്കിൽ എനിക്ക് മോളിച്ചെന്ന് ഒറ്റയ്ക്ക് ആ ക്രിമിയല്ല ആക്രമിയെ എനിക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ജീവിതം നൈമിഷികമായ സാഹചര്യത്തിൽ കമ്മീഷണർ സാർ എത്തിക്കഴിഞ്ഞു. ബാക്കിയെല്ലാം ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. സാർ, ക്രിമിനൽ മോളിലുണ്ട്. ഇത്തരം ജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ പ്രസും ചാനലെല്ലാം ഓൺ ദ വെയിലാണ്. സഹദേവൻ വെറുതെ പട്ടിയായിട്ട് നടന്ന് സർക്കാരിന്റെ പുട്ടടിച്ച് കഴിയുന്നവനല്ലെന്ന് നാട്ടുകാർ അറിയണം. ഞാൻ വെയിറ്റർ അല്ല സാർ, ഞാൻ പുള്ളിയുടെയും പട്ടിയുടെയും കൂടെ അങ്ങനെ ഒന്ന് യാരും മേലെ വര വേണ്ട. മനസ്സിലായോ? അർജുൻ, സാറിന് വഴി കൊടുക്കടാ. സ്റ്റേ. കാര്യം സാർ എങ്ങനെ പറഞ്ഞെങ്കിലും സാറിന് എന്റെ സഹായം ആവശ്യമായിട്ട് വന്നേക്കും. അർജുൻ, വെയിറ്റ് ഹിയർ. ഞാൻ വെയിറ്റർ അല്ല, പണ്ടാറടക്കാൻ എന്നൊക്കെ കൊല്ല്. അർജുൻ, സൂക്ഷിച്ചു പോട്ടാ. ആരും പേടിക്കണ്ട, ഞാൻ പോകുന്നുണ്ട്. ഞാനാ? மேல வர வேண்டாம்னு சொல்லியாச்சுல.
സാർ ഇവിടെയല്ല, മുകളിലായിരിക്കും. നായ പക്കം വന്നവൻ നായ പത്താ പോതും. പോ. അർജുൻ വാ, നമ്മളെ വേണ്ട. சார் யோ, என்ன என்ன இது? கீழே போலீஸ்காரங்க, பத்திரிக்காரங்க, நிறைய பப்ளிக் பாக்குறாங்க. சார் உன்னை பிடிச்சனா பாபாவுக்கும் எனக்கும் எவ்வளவு ப்ராப்ளம் ஆகும் தெரியுமா? சார் சேவ் மீ. எப்படி எப்படி என்னால உன்னை சேவ் பண்ண முடியும்? எப்படி என்னால உன்னை சேவ் பண்ண முடியும்? டேய், நான் உன்னை சேவ் பண்ணட்டுமா? சார், to save you and me. Sir. അടി തുടങ്ങിയെന്നാ തോന്നണേ. കുറെ കാലായി ഒരു അടി നേരിട്ടുണ്ട്. അർജുൻ കം. സൂക്ഷിച്ച്. ഏയ്, கன் எடுத்து குடியா. யோ, கன் எடுத்து குடியா. யோ, ഉള്ളതായാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മളീ നാട്ടുകാരനല്ലപ്പാ. അർജുൻ നോക്ക്. ഇവന്മാരെല്ലാം പൊളിച്ചെടുക്കൂ. അയ്യേ, കാക്ക കഷ്ടം. സഹദേവൻ അക്രമിയെ മലർത്തിയടിച്ച് ചോദിച്ചോ. ആരാണ് സാർ താഴെ വീണത്? താഴെ വീണത് മേലെ നിന്നാള്. സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച ക്രിമിനലാണ്. എങ്ങനെയാണ് ക്രിമിനലിനെ കീഴ്പ്പെടുത്തിയത്? അതിസാഹസികമായ സംഘടനത്തിലൂടെ. കണ്ടോളൂ, സഹദേവനെ കണ്ടോളൂ. ഓടിക്കോ പോലീസുകാരെ, ഓടിക്കോ. വളരെ കഷ്ടമായി പോയല്ലേ സാർ? സാർ നോ, നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന തെളിവാണ്. സാർ കൊല്ലരുത്. പബ്ലിക്കും പോലീസും നോക്കി നിൽക്കേ. സിറ്റി പോലീസ് കമ്മീഷണറുടെ ദേഹത്ത് കൈവച്ച നിന്നെ പിടിച്ച് ഉള്ളി തള്ളാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞിട്ടാ. இந்த ஆளோட ஸ்பிரிட் எனக்கு நல்லா தெரியும் சார். ஜஸ்ட் லீவ் இட். இந்த ஆளு வெளியிலே இருக்கட்டும். അങ്ങനെ ക്ഷമിക്കരുത് സാർ. ക്ഷമിച്ച നാളെ ഇവൻ പോലീസുകാരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഗോലി കളിക്കും. പൊക്കിൽ കൊഴവൻ രാശികുഴിയാക്കും. സാറിന്റെ വായിക്കരിയിടുവൻ. ഇനി നിന്റെ നായയുടെ സഹായം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല. നിനക്ക് പോവാം. യു ക്യാൻ ഗോ. അല്ലെങ്കിൽ എനിക്കറിയാം സാർ, സാറിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് എന്നെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തത് എന്നോടുള്ള വാത്സല്യം കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആക്രമികളെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടു എന്ന ഒറ്റ കാരണത്താലാണ്. ഇപ്പൊ പോലീസിന് പ്രതിയെ കിട്ടി. ഇനി അങ്ങോട്ട് കേസ് തെളിയിക്കാൻ എന്റെ ആവശ്യമില്ലോ. സോ ഐ ഗോട്ട് ഡിസ്മിസ്ഡ്. താങ്ക് യു സാർ. പക്ഷേ
ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ആ ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന്. പക്ഷെ എനിക്കറിയാം സാർ, CM ആണ് അവരുടെ ടാർഗറ്റ്. സാർ ഇവൻ കേസിന്റെ റൂട്ട് തെറ്റിക്കുകയാണ്. അല്ല, ആദ്യം ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചെടുത്ത് CM ഉണ്ടായിരുന്നു. പിന്നീട് 2 വട്ടം സ്ഫോടനം നടന്ന സ്ഥലങ്ങളും CM വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിരുന്നു. നാളെ CM പങ്കെടുക്കേണ്ട വേദിയുടെ പരിസരത്ത് നിന്നാണ് ഞാൻ ആ ക്രിമിനലിനെ കണ്ടെത്തിയത്. സോ ദർ ഇസ് നോ ഡൗട്ട് സാർ, യു ക്യാൻ ഫിക്സ് ഇറ്റ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവൻ നിങ്ങളുടെയൊക്കെ കയ്യിലാണ് സാർ. ബൈ. ഏയ്, பெரிய புத்திசாலி. பிரைவேட் இன்வெஸ்டிகேட்டரா? CM தான் டார்கெட்டா? ஆமாண்டா, CM தான் டார்கெட். உன்னால CM காப்பாற்ற முடியுமா? முடியாது. എനിക്കിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ്. എന്റെ ഇടവും വല്ല 2 പോലീസുകാരല്ലേ? തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി സഹു? ആ പാവം DIGയുടെ പെടലിക്കിട്ട് അടിക്കാൻ പോണു. എന്റെ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. മടാ പൊളുത്തോ, ഞാൻ നിന്റെ അടിമേ. ദേ സഹദേവ, ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകും. അവസാനം മിണ്ടാതെ പറയാതെ പോയിന്ന് പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഇവന്റെ ഭാവി ചെയ്യില്ല തന്നെയാ നിന്റെ സഹു. എനിക്കിപ്പോ ഭാവിയല്ല, ആ ഭൂതത്തിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകാത്തത്. ആ കമ്മീഷണറുടെ മുഖത്ത് എന്തോ നിഗൂഢതകൾ ഒളിഞ്ഞടപ്പെട്ടു. അയാളുടെ നിഗുണ്ടങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളാരാ CIDകളാ? എന്താ പറഞ്ഞ? നമ്മളാരാ CIDകളാ? CID. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്. പക്ഷേ കുറച്ച് ചീപ്പാണ്. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. കുടിക്കാൻ ചായയാകാം അല്ലേ? പെണ്ണും പെടക്കോഴും ഇല്ലാത്ത നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? വാട്ട് ബുദ്ധിമുട്ട്? ജസ്റ്റ് 1 സെക്കൻഡ്. Come on. അമ്മാവൻ വലിയ സെറ്റപ്പിലല്ലേ? ഇതൊക്കെ എന്ത് സെറ്റപ്പ്? ഗൾഫിലേക്ക് എനിക്കൊരു വിസ വന്നിട്ടുണ്ട്. ശിഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും. അവരുടെ കഷ്ടകാലം. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യത? നല്ല ചൂടുള്ള ചായ, കൂൾ ഡ്രിങ്ക്സ് പോലെ ഇരിക്കണം. കുടിക്കാൻ സ്ട്രോ വേണം. ഏയ് ചായ കൂടി കഴിഞ്ഞു. ഇനി കപ്പ് ഉണ്ടാകാൻ കൈ വരുമോ? No. എന്താ? ആ കപ്പുകളെല്ലാം ടേബിളിന്റെ പുറത്ത് വെക്കൂ. Come on, come on, keep it. കപ്പുകളെല്ലാം ടേബിളിലോട്ട്. Now you see. വെച്ചേ. Don't worry. ഈ കപ്പുകളെല്ലാം യന്ത്രം തന്നെ കഴുകി വെക്കോ? ഇല്ല, ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. Right. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. Come on, come on, come with me. Come on, get up. Again come. ഇതെന്താ പുരാവസ്തു? Yeah, all is gold. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിൽ നിന്നും നല്ല സൗണ്ട് വന്നപ്പോ ഷെഡിൽ കയറ്റിയതാ. സീറ്റിന്റെ അടിയിൽ തൊള. അത് ഞാനിട്ടതാ. അതെന്തിനാ? നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ദേ നോക്കിക്കോ. ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. പിന്നെ ഈ വണ്ടിയിൽ പല അഭ്യാസ മുറകൾക്കുള്ള സെറ്റപ്പ് ഉണ്ട്. വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായിയായി പ്രവർത്തിക്കാൻ ഒരാളെ കൂടി ഞാൻ തരുന്നുണ്ട്. തീക്കനൽ വർക്കി. ഇവൻ മിടുക്കനായ ഒരു പത്രക്കാരൻ. ഹലോ. നിന്നെ കുറിച്ച് മാത്രം സായാഹ്ന പത്രത്തിൽ എഴുതി ഇവൻ നിന്നെ പ്രശസ്തനാക്കും. നീ ഇയാളെ കൂടി ഏറ്റെടുക്കണം. പിന്നെ ഇതിനൊക്കെ പ്രത്യുപകാരമായി
നീ എനിക്ക് ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം എടുത്തു തന്നാൽ മതി. ടിക്കറ്റ് ചാർജ് ഓൺലി 22,000 baht. मैं जेल छोड़कर बाहर आऊंगा और हमारी दूसरी मुलाकात तुम्हारी मौत होगी. याद रखना, याद रखना, याद रखना. സിഎം ഇവിടെ തന്നെ ഉണ്ട്. ഏയ്, നമുക്ക് ഈ പടക്കം പൊട്ടിച്ച് പോലീസുകാരെ പേടിപ്പിക്കാം. പേടിപ്പിച്ച് ഞാനവിടെ തൂറിപ്പിക്കും. പേടിപ്പിച്ചാ മതി, തൂറിപ്പിക്കണ്ട. സഹദേവ, അവന് മൂട്ടി തീ കൊളുത്തടാ. എന്നെ ഹനുമാനാക്കാൻ പോകണ. അതെ, നീ ലങ്ക മൊത്തം ചുട്ടി ചാമ്പലാക്കണം, മനസ്സിലായ? എന്നാ വേഗം മാല കൊളുത്ത് തീ. ഈ മാലപ്പടക്കം പൊട്ടി നീ മരിച്ചാ ഞങ്ങളൊക്കെ മറക്കൂടോ? മരിച്ചാൽ ഞാൻ മറക്കൂല. മഴ എന്നെ വേഗം കത്തിക്ക്. എനിക്ക് ലങ്ക കത്തിക്കാൻ തീർച്ചയായി. പൊട്ടച്ചാക്ക സാർ, താനെങ്ങനെ ഇവിടെ? സാർ, ഞാനൊരു സത്യം അറിയിക്കാൻ വന്നതാ. താൻ നിരപരാധിയാണെന്നല്ലേ? എനിക്കതറിയാമായിരുന്നു. തന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ സാർ? ഞാൻ അവനെ കണ്ടിടൂ. എൻ്റെ കാലനെ, ഖാലിദ് മുഹമ്മദ് എന്ന ബാബ, ടെററിസ്റ്റ് ലീഡർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ ഞാൻ ഓർഡറിടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിൽ വെണ്ണീറാകേണ്ടി വരുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയാണെന്ന്. പിന്നീട് അവരുടെ തീവ്രവാദം രാജ്യത്തോടായിരുന്നില്ല, എന്നോടായിരുന്നു. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ജയിലിൽ കിടക്കുന്ന ബാബയെ വിട്ടുകിട്ടാൻ വേണ്ടി എൻ്റെ ഇളയ മകളെ അയാളുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. അവളെ കൊന്നുകളയെന്നുള്ള ഭീഷണി ഞാൻ വകവച്ചില്ല. എൻ്റെ കുഞ്ഞിനേക്കാളും എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിച്ചു. അവർ കൊന്നുകളഞ്ഞിടൂ എൻ്റെ പൊന്നുമോളെ. ഈ രാജ്യത്തിനു വേണ്ടി എൻ്റെ ജീവൻ ബലി കഴിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ മൂത്ത മോളെ ആരുടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണം. അതുവരെയെങ്കിലും എനിക്ക് ജീവിക്കണം. नहीं हुआ. वो साला मूसा अंदर है. മൂസ? மூசா மினிஸ்டரை ஷூட் பண்ணிட்டு எடுத்துட்டு போறான்டா. ஃபாலோ ஹிம். ഒരു ഫ്ലൈറ്റ് കിട്ടി. സൈക്കിളെങ്കിൽ സൈക്കിള് മിക്ക ആളുകളുണ്ട്. കൊണ്ടുപോടാ. കുറച്ച് കൈവേലി കൊടുത്താലോ? ഈ പോലീസുകാരൻ അയ്യോ
അർജുൻ Throw the gun! Throw the gun! Musa! CID Musa! Mula! Pare! Nabbabu dalla veccera pare! Kerala CM! Lion of the South! Kapattruba! Kapatta mudiyuma! अरे ये इसको क्या हो गया? अपनी हंसी में कोई गड़बड़ था क्या? Commissioner, the great Baba, the tiger of the north. ये पागल तो नहीं हो गया कहीं?